ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറി സർക്കാർ കെട്ടിടം. ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ 10 വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടമാണ് കാട് കയറി നശിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് 10 വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി രാജകുമാരി പഞ്ചായത്തിലെ 11ാം വാർഡിൽ നിർമ്മിച്ച വർക്ക്ഷെഡ് അനാഥമായി കിടന്നു നശിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഉൽപാദന യൂണിറ്റുകൾ ആരംഭിക്കാനാണ് 5 മുറികളുള്ള വർക്ക്ഷെഡ് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം സ്വയം സഹായ സംഘങ്ങൾ ചില സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചെങ്കിലും പിന്നീട് നഷ്ടം മൂലം നിർത്തേണ്ടി വന്നു. അതിനുശേഷം മുറികൾ ആരും വാടകയ്ക്കെടുത്തില്ല. ഇവിടേക്കുള്ള വൈദ്യുതി കണക്ഷനും KCB വിച്ഛേദിച്ചു. കെട്ടിടത്തിന്റെ ഇരുമ്പു ഷട്ടറുകളെല്ലാം ദ്രവിച്ച് നിലത്ത് വീഴാറായ അവസ്ഥയിലാണ്. വെറുതെ കിടക്കുന്ന കെട്ടിടം ഇഴജന്തുക്കൾ താവളമാക്കിയതോടെ ശല്യമായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇത് തുടങ്ങിയെങ്കിൽ പോലും ഇതിൻ്റെ മറ്റടിസ്ഥാന വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10-15 വർഷക്കാലമായി ഇതിങ്ങനെ അനാഥമായിട്ട് കിടക്കുക. വനിതാ വ്യവസായ കേന്ദ്രം തുടങ്ങുമ്പോൾ അതിനനുബന്ധമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും വൈദ്യുതി, വെള്ളം, അതുപോലെ ടോയ്ലറ്റ്, ഇതെല്ലാം ഇതിനെ അടിസ്ഥാനപരമായി ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇത് ഒരു ബിൽഡിംഗ് മാത്രം പണിത് ഇടുകയും കുറച്ച് നാളെ എന്തൊക്കെയോ കുറച്ച് കുടുംബശ്രീ അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ എന്തൊക്കെയോ ഇവിടെ തുടങ്ങി വെക്കുകയും ചെയ്തു. അതിനുശേഷം അതിന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ അത് ഉപേക്ഷിച്ച് പോവുകയാണ്. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കിയിരുന്നു. ഈ സമയം നിരവധി പാമ്പുകളെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിയന്മാർ എപ്പോഴും ഇവിടെ തന്നെ അടുത്തുള്ളവരല്ല, ദൂരെ വന്ന് വരുന്നവരാണ് വണ്ടി നിർത്തുക, കൂപ്പി കൊണ്ടുവരിക, ഇവിടെ വെച്ച് കുടിക്കുക. പിന്നെ ഇത് പാമ്പും പഴുതാരം കയറി കിടക്കുക. ആർക്കും ഒരു അനുഭവം ഇല്ലാതെ പണിതിട്ടേക്കുന്നു. ഇത് ഇങ്ങനെ കാട് കയറി കിടക്കുന്നു. ആൾക്കാർ വന്ന് വെള്ളം അടിക്കുന്നു, കുപ്പിയെല്ലാം പൊട്ടിച്ച് അതിൻ്റെ ഇതിലൊക്കെ ഇട്ടേക്കുന്നു. ഇത്രയൊക്കെയാണ് സംഭവിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്ട്രിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇവിടെ ഇങ്ങനെയൊരു കെട്ടിടമുണ്ടെന്ന് അറിയില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.